എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണെന്ന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങുന്ന ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളത്. അല്ലാത്തൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുമില്ല, ഞാൻ വീഡിയോ ചെയ്യാറുമില്ല. വേറൊന്നുമല്ല, കാരണം നമ്മൾ ഇനി എന്തെങ്കിലും ഉപയോഗിക്കാത്തത് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇനി എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് തെറിവിളിയായിരിക്കും. അല്ലാതെ തന്നെ തെറിവിളികൾ ഒരുപാടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളുക്കാൻ വേണ്ടിയിട്ടും ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ പ്രൊഡക്റ്റുകൾ പറഞ്ഞു തരുമ്പോൾ അതിനകത്ത് കുറേ അമ്മാവന്മാർ, അതായത് വീട്ടിൽ ഒരു ജോലിയും കൂലിയില്ലാതെ വെറുതെ ഫോണിൽ റീചാർജും ചെയ്ത് പെണ്ണുങ്ങളെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറേ അമ്മാവന്മാരുണ്ട്. അവർ ചോദിക്കുകയാണ്, എന്നിട്ട് നീ വെളുത്തില്ലല്ലോ, നീ എന്നിട്ടാണോ നീ ഇതേപോലെ വെളുത്തിരിക്കുന്നത് എന്നൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവര് വെളുപ്പിനെയും കറുപ്പിനെയും വേർതിരിച്ച് കാണുന്നവരാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് എനിക്ക് കളർ കുറവായതിന്റെ പേരിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് അതായത് നമുക്കൊരു വിലയില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ഒരുപാട് നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും എനിക്ക് ഭംഗിക്കുറവായതിന്റെ പേരിൽ എൻ്റെ ഹസ്ബൻഡിന്റെ മദറൊക്കെ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണുന്നത് എൻ്റെ സ്കിൻ ടോണിന്റെ മാക്സിമമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഇതിനേക്കാളും ഡാർക്ക് സ്കിൻ ടോണിലാണ് ഞാൻ ഇരുന്നിരുന്നത്. ഇപ്പോഴാണ് സ്കിന്ന് കുറച്ചും കൂടി ഒന്ന് ടെക്സ്ചർ മാറി സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആയത്. അപ്പോൾ ഇതിനേക്കാളും ഡാർക്ക് ടോണിലിരുന്ന ഞാനാണ്. അപ്പോൾ അതിനെ വെച്ച് മുൻപത്തെ ടോണിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ കുറച്ചുകൂടി ഒന്ന് കളർ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരു കളറൊക്കെ വലിയ കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ വെളുപ്പിനെയും കറുപ്പിനെയും അല്ലെങ്കിൽ കറുപ്പിന് മോശമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഈ ഒരു കമന്റ് ഇടുന്നത്. ഞാൻ ഒരിക്കലും വെളുപ്പും കറുപ്പും മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ ഒരുപാട് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ എനിക്ക് വിലയില്ലാതെ പോയത് ഒന്നാമത്തെ കാര്യം പൈസയുടെ കാര്യത്തിലും അതല്ലാന്നുണ്ടെങ്കിൽ കളറിന്റെ കാര്യത്തിലാണ് എനിക്ക് വിലയില്ലാതെ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അനുഭവിച്ച പോലെ, അതായത് ഇത്തിരി കളർ കുറവിന്റെ പേരിൽ കുറെ പേര് വിഷമിക്കുന്നുണ്ടാവും, അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ റേറ്റിന് അവർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുടെ റിവ്യൂസ് ആണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ അമ്മാവന്മാർ കയറി കമന്റ് ഇടുന്നുണ്ട്, നിനക്കൊട്ടും കളറില്ലല്ലോ, നീ അതിന് കളർ വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമന്റ് ഇടുന്നുണ്ട്. അങ്ങനെയുള്ളവർ എൻ്റെ വീഡിയോസ് കാണുകയും വേണ്ട, ലൈക്കും ചെയ്യേണ്ട, കമന്റും ചെയ്യേണ്ട. ഇനിയിപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ പോയിക്കോട്ടെ, വേറൊന്നുമല്ല. ഞാൻ ഉപകാരപ്പെടുന്നവർ, അതായത് എന്നെ പോലെ കളർ കുറഞ്ഞതിന്റെ പേരിൽ വിഷമം അനുഭവിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അല്ലാതെ കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിച്ചിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ ഞാൻ പറയുന്നത് ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്റ്റുകൾ. അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാവുന്നത് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റുകളാണ്. ഞാൻ ഗുഡ് വൈബ്സിന്റെ ഡീ-ടാൻ നൈറ്റ് ക്രീം വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുൻപൊന്നും ഞാൻ സൺസ്ക്രീൻ വാങ്ങി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം അതിനനുസരിച്ചുള്ള പൈസയും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അതായത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങണം, സ്കിൻ നല്ലപോലെ കെയർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തന മനസ്സിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, കുറച്ചുകൂടി ഒരു മെച്ചപ്പാട് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന സ്കിന്ന് കുറച്ച് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കിന്ന് കെയർ ചെയ്തപ്പോഴാണ് എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി ബ്രൈറ്റൻ ആയ പോലെയും കളർ വെച്ച പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള നൈറ്റ് ക്രീം, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് വാഷ്, പിന്നെ അതേപോലെ തന്നെ ഗുഡ് വൈബ്സിന്റെ അത്യാവശ്യം നല്ല ഒരുപാട് പേർക്ക് കളർ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ മാറാനായിട്ട് ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചുള്ള ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്റ്റാണ് ഡീ-ടാൻ നൈറ്റ് ക്രീം എന്നാണ് അതിന്റെ പേര്. അത് അളവ് കുറഞ്ഞതും വാങ്ങാൻ കിട്ടും, വലുതും വാങ്ങാൻ കിട്ടും. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അത് ചെറുതായാലും വലുതായാലും എനിക്ക് വലുത് തന്നെ വാങ്ങണം. കാരണം അതുകൊണ്ട് എങ്ങാനും വല്ല ഗുണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വലുത് വാങ്ങി. പക്ഷെ എനിക്കത് നഷ്ടമായില്ല. പക്ഷേ എനിക്കത് യൂസ് ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ പിഗ്മെന്റേഷനൊക്കെ മാറി. അതായത് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആയ പോലെയൊക്കെ എനിക്ക് തോന്നി. വെളുത്ത് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതേപോലെ തന്നെ വെളുക്കും എന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ്, നിങ്ങളുടെ ടാൻ മാറണം, മുഖക്കുരു വന്നതിൻ്റെ പാട് മാറണം. പിന്നെ ചിലരുടെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ ഇവിടെയൊക്കെ മുൻപ് എപ്പോഴോ മുഖക്കുരു വന്നതിൻ്റെ കറുത്ത പാടുകൾ ഇവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ നെറ്റിയിലുണ്ടാവും, പിന്നെ അതുപോലെ ഈ ഒരു സൈഡിൽ കറുപ്പ അടയാളങ്ങൾ ഉണ്ടാവും, പിന്നെ ഇവിടെ ഉണ്ടാവും. അതൊക്കെ മാറാനായിട്ട് നമുക്ക് ഗുഡ് വൈബ്സിന്റെ ഡീ-ടാൻ നൈറ്റ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ നൈറ്റ് ഫുള്ള് യൂസ് ചെയ്തിട്ട് രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫേസ് വാഷ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ സോപ്പ് ഇട്ട് നമ്മുടെ ഫേസ് കഴുകുന്നല്ലാതെ ഞാൻ ഫേസ് വാഷ് ഒന്നും ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല.
അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഫേസ് വാഷ് വാങ്ങാമെന്ന് കരുതിയിട്ട് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങി. പിന്നെ അതേപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ റൈസ് വാട്ടർ ടോണറും വാങ്ങി. അപ്പം ഞാൻ ഷോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷിൻ്റെ, ഗുഡ് വൈബ്സിൻ്റെ റൈസ് വാട്ടർ ടോണറിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു 3 പ്രൊഡക്റ്റാണ് എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതും എനിക്ക് അധികം പൈസ കൊടുക്കാതെ എനിക്ക് വാങ്ങാൻ പറ്റുള്ളതും. ഞാനിത് പർപ്പിളിൽ നിന്നാണ് ഞാൻ വാങ്ങി ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്കിന്ന് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ 3 പ്രൊഡക്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിൽ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു സ്കിൻ ടോണിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ട്, അതെല്ലാം നിങ്ങൾ ആരെങ്കിലും കളിയാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു 3 പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടോണിൽ നല്ലൊരു വ്യത്യാസം വരുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. പിന്നാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്താൽ പോരാ, വിറ്റമിൻ സി ടാബ്ലറ്റ് അതിൻ്റെ കൂടെ എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കേണ്ട. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുക. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു ക്രീമിൻ്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, കോസി കെയർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ക്രീമും യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ടാൻ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഈ കോസി കെയറിൻ്റെ ക്രീം ആയാലും ഈ ഗുഡ് വൈബ്സിൻ്റെ ക്രീം ആയാലും പ്രഗ്നൻ്റ് ആയവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് എന്തായാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, യാതൊരുവിധ കുഴപ്പം ഉണ്ടാവില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ ടോണർ, പിന്നെ അതേപോലെ തന്നെ ഫേസ് വാഷ്, ഡീറ്റാൻ നൈറ്റ് ക്രീം എന്നിവ യൂസ് ചെയ്യുന്നതുകൊണ്ടും യാതൊരുവിധ പ്രശ്നവും വരുന്നതല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ. പിന്നെ പ്രഗ്നൻ്റ് ആയവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, അവർ ഡോക്ടേഴ്സ് ചോദിച്ചിട്ട് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രസവം കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്കത് വാങ്ങി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചോദ്യം ക്ലിയർ ആയില്ലേ. എൻ്റെ എല്ലാ വീഡിയോസിലും കൂടുതൽ പേര് ചോദിക്കുന്നതാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. യൂസ് ചെയ്യാം, ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വേറെ ഒരുപാട് റേറ്റ് കൂടിയ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗുഡ് വൈബ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നമ്മളെപ്പോലുള്ളവർക്ക് താങ്ങാവുന്നതാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴും ഒരുപാട് പേര് മുടി കൊഴിച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുടി കൊഴിച്ചിൽ മാറാനായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാൻ ചെയ്ത വീഡിയോ ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ടോപ്പിക്കുകൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് എനിക്ക് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഇപ്പോഴും കോസി കെയറിൻ്റെ പിന്നെ താരം പോകുന്നത് മുടി കൊഴിയുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷാമ്പു ഉണ്ട്. ഗുഡ് വൈബ്സിൻ്റെ ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, ഞാനും വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാളിൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഗുഡ് വൈബ്സിൻ്റെ ഷാമ്പൂവിനെ പറ്റി ഇപ്പോഴാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതല്ലാതെ ഞാൻ വേറെ ഷാമ്പൂവിനെ പറ്റി ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എന്നിട്ട് നിങ്ങൾക്ക് മുടിയില്ലല്ലോ എന്ന് ചോദിച്ചു. എൻ്റെ മുടിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്ന മുടിയാണ്. അതേപോലെ തന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തതാണ്. എനിക്ക് ഒരുപാട് ലെങ്ത് ഇഷ്ടമല്ല മുടിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് കട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗുഡ് വൈബ്സിൻ്റെ ഷാമ്പു യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങി യൂസ് ചെയ്തോ. നിങ്ങളുടെ ഹെയറിന് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും. നല്ല ക്വാണ്ടിറ്റി ഉള്ള പാക്കായിരിക്കും ഗുഡ് വൈബ്സിൻ്റെ എല്ലാ പാക്കിലും ഉൾപ്പെടുന്നത്. പിന്നെ ഞാൻ വാങ്ങി യൂസ് ചെയ്ത ഡീറ്റാൻ നൈറ്റ് ക്രീം പിഗ്മെന്റേഷൻ മാറാൻ യൂസ് ചെയ്തത് ഉപ്ടാൻ്റെയാണ് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു 2-3 പ്രൊഡക്റ്റ് ഒരുമിച്ച് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അതായത് ഇപ്പോൾ ടോണർ, ഫേസ് വാഷ്, ഡീറ്റാൻ നൈറ്റ് ക്രീം, പിന്നെ അതേപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ മോയ്സ്ചറൈസർ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ സാൻഡൽ, അതായത് മഞ്ഞളിൻ്റെ പൗഡറൊക്കെ ഉണ്ടാവുന്നതാണ്. അതിനൊക്കെ അഫോർഡബിൾ റേറ്റേ വരുന്നുള്ളൂ. എല്ലാത്തിനും 100, 200, 300 ആ ഒരു റേറ്റിന് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ മഞ്ഞളിൻ്റെ പൗഡർ എല്ലാം വാങ്ങി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സ്കിന്നിന് നല്ല പോലെ വ്യത്യാസം വരുന്നതാണ്. 2 അല്ലെങ്കിൽ 1-2 ഷെയ്ഡ് നിങ്ങളുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എൻ്റെ സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിക്ക് മുൻപ്, അതായത് ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റ് അഫോർഡബിൾ ആണെങ്കിൽ കൂടി എനിക്കത് വാങ്ങി യൂസ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഫിനാൻഷ്യലി ഒന്ന് സെറ്റിലായി വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വാങ്ങി യൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ സാധാരണക്കാരാണ്, നിങ്ങൾക്ക് ഒരുപാട് പൈസ കൂടിയ ഇതൊന്നും വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകളാണ്. വിറ്റമിൻ സി ടാബ്ലറ്റ് എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കാം. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പേടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് യൂസ് ചെയ്യാൻ
നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷ്, ഗുഡ് വൈബ്സിൻ്റെ ടോണർ, ഗുഡ് വൈബ്സിൻ്റെ ഡീ ടാൻ നൈറ്റ് ക്രീം, ഇത് നാലും നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എന്തായാലും മാറുന്നതാണ്. എൻ്റെ അടുത്ത് എൻ്റെ ഫാമിലിയിലുള്ളവരും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കാറുണ്ടായിരുന്നു, എന്തെന്നാണ് നീ ചെയ്തത്, നിൻ്റെ ടാൻ മാറിയല്ലോ. അതായത് എൻ്റെ പ്രസവം കഴിഞ്ഞ സമയത്ത് ഞാൻ വളരെ മോശമായിരിക്കുമായിരുന്നു കാണാനായിട്ട്, അതായത് കഴുത്തിനടിയിലെ കറുപ്പ്. അപ്പം നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ നമ്മുടെ ഇതിനകത്ത് കറുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളെ കളിയാക്കാനും എന്ത് പറ്റി കറുത്തിരിക്കുന്നതെന്ന് ചോദിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. കാരണം അവർക്ക് വേറൊരു പണിയില്ല, അതായത് നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നെ നല്ലപോലെ കെയർ ചെയ്യുക. സ്കിന്നിനെ കെയർ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ വിറ്റമിൻ സി ടാബ്ലറ്റ്, അതായത് ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫുൾ ബോഡിയിൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് ഫേസിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മഞ്ഞളുടെ പൗഡർ വാങ്ങിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആ ഒരു ഫേസ് പാക്കൊക്കെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ചൂടുകാലമൊക്കെ മാറി തുടങ്ങി, മഴക്കാലമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എന്ത് ചെയ്താലും നിങ്ങൾക്കത് എഫക്റ്റീവ് ആയിരിക്കും. കാരണം മറ്റേതെന്ന് പറയാനായിട്ട് നമ്മുടെ ചൂടുള്ള സമയത്ത് എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ മഴക്കാലത്ത് നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ടുള്ള പറ്റിയൊരു സമയമാണ്. അപ്പം നിങ്ങൾക്ക് ഇനി സ്കിൻ കെയറിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് മടിയെന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ടിന്നിൻ്റെ മുകളിലൊക്കെ ഫോൺ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു മോനുണ്ട്, അവന് 2 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ട് നല്ലപോലെ കുറുമ്പുള്ളൊരു ടൈമാണ്. അപ്പോൾ എൻ്റെ മോനെ എൻ്റെ ഇത്തത്താടെ വീട്ടിലോട്ട് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസിൽ ശബ്ദത്തിൻ്റെ പ്രശ്നം അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അന്നത്തെ ദിവസം എനിക്ക് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പർപ്പിളിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 500 രൂപയിൽ താഴെ തന്നെ നിങ്ങൾക്ക് 2-3 പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് വാങ്ങി യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു സന്തോഷമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്നൊക്കെ ഒരു സന്തോഷം എനിക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങി യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ വരാനായിട്ടുള്ളതും അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ എനിക്കറിയാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ഇങ്ങനെ ഓരോന്നോരോന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ വാങ്ങേണ്ട പ്രൊഡക്റ്റുകൾ, പർപ്പിളിൽ നിന്ന് വാങ്ങേണ്ട പ്രൊഡക്റ്റുകൾ ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ടാണ് ഡീ ടാൻ നൈറ്റ് ക്രീം, പിന്നെ അതേപോലെ തന്നെ മറ്റേ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷ്, പിന്നെ അതേപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ റൈസ് വാട്ടർ ടോണർ. ഇത് 3ഉം നിങ്ങൾ എന്തായാലും നിങ്ങൾ പർപ്പിളിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുക. കാരണം ഗുഡ് വൈബ്സിൻ്റെ പ്രൊഡക്റ്റിനകത്ത് കെമിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അതുകൊണ്ട് വരുന്നതല്ല. പിന്നെ ഞാൻ പറയുമ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഫാമിലി പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ വേറെ ഒരുപാട് ടെൻഷനുകളും വിഷമങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ തന്നെ എനിക്ക് മടിയാണ്. പിന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് വീഡിയോ ചെയ്യാനിരിക്കാൻ തന്നെ നല്ല മടിയാണ്. കാരണം ഒരുപാട് ടെൻഷൻസ് ഉള്ളൊരു ജീവിതമാണ് എൻ്റെ ജീവിതം എന്ന് പറയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും സംശയങ്ങളും ഞാൻ പറയാൻ തന്നെ ഞാൻ വിട്ടുപോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു ടോണറും പിന്നെ ഈ ഒരു ഡീ ടാൻ നൈറ്റ് ക്രീമും പിന്നെ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അതായത് ടോണർ യൂസ് ചെയ്യേണ്ടത് 2 നേരമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ നൈറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് നൈറ്റ് ഈ ഒരു ടോണർ സ്പ്രേ ചെയ്യാവുന്നതാണ് ഫേസിൽ. പിന്നെ അതേപോലെ തന്നെ രാവിലെ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് രാവിലെയും ഈ ഒരു ടോണർ ഫേസിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡീ ടാൻ നൈറ്റ് ക്രീം നൈറ്റ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ ഫേസ് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസ് വാഷ് ചെയ്തത് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ ഇല്ലാതാവുന്നതാണ്. അപ്പം നമ്മൾ മാക്സിമം 2 നേരം, ഇപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ 2 നേരം ഫേസ് വാഷ് ചെയ്യുക. ഡ്രൈ സ്കിന്നറാണെന്നുണ്ടെങ്കിൽ 1 നേരം മാത്രമേ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പാടുള്ളതുള്ളൂ. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റ് നിങ്ങൾ ആദ്യം വാങ്ങി യൂസ് ചെയ്യുക. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഫാർമസി പ്രൊഡക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന ടാൻ മാറാനും സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാനുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണം കേട്ടോ. കാരണം എൻ്റെ വീഡിയോസ്
വാച്ച് അവർ വളരെ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോസാണ് കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ ലോങ് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ഞാൻ വീഡിയോ ഇടാറില്ല. കാരണം എനിക്കും മടുപ്പാണ്, പിന്നെ കേൾക്കുന്നവർക്കും അതൊരു മടുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 30 മിനിറ്റ്, 40 മിനിറ്റ്, 45 മിനിറ്റ് അങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മൾക്ക് കാണുന്നവരെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ വീഡിയോസ് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് കാണാവുന്നതാണ്. അപ്പം നമുക്ക് ഓക്കെ ബൈ.